ടെക്സ് ആൻഡ് കിസിലേക്ക് എൻ്റെ എല്ലാ മക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള കാൽസ്യം സോഫ്റ്റ്വെയറിലെയും ബെൻഡിങ് ലൈറ്റിലെയും പാഠഭാഗത്തുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ആൻസർ കാൽസ്യം സോഫ്റ്റ്വെയർ. കാൽസ്യം സോഫ്റ്റ്വെയറിൽ മൂലകത്തിൻ്റെ സവിശേഷതകൾ കണ്ടെത്താൻ ഏതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്? ആൻസർ ഡാറ്റ ഓവർവ്യൂവിൽ. ഡാറ്റ ഓവർവ്യൂ. മൂലകങ്ങൾ കണ്ടെത്തിയ വർഷം, കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ എന്നിവ ലഭിക്കാൻ ഏതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്? ആൻസർ മിസല്ലേനിയസിൽ. അടുത്തത് സോഡിയത്തിൻ്റെ ആറ്റം മാതൃക കാണാൻ ഏതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്? ആൻസർ ആറ്റം മോഡൽ. ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകൾ, മൂലക കുടുംബം തുടങ്ങിയവയ്ക്ക് നമുക്ക് ഇഷ്ടമുള്ള നിറം നൽകാൻ ചെയ്യേണ്ട പ്രവർത്തനം ഏതാണ്? ആൻസർ സെറ്റിങ്സിൽ കോൺഫിഗർ കാൽസ്യത്തിൽ ഗ്രേഡിയൻറ്റ്. ഫെറ്റിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഫിസിക്സ് എഡ്യൂക്കേഷൻ ടെക്നോളജി. ഫെറ്റ് എന്നത് ഒരു വിർച്വൽ ലാബ് സോഫ്റ്റ്വെയർ ആണെന്നും മനസ്സിലാക്കുക. ശ്രദ്ധിക്കുക. പ്രകാശത്തിൻ്റെ പാത വ്യതിയാനവും തരംഗ തീവ്രതയും. ഇൻട്രോ സിമുലേഷൻ ജാലകത്തിലെ ഇടതുവശത്തുള്ള ടൂളുകൾ ഉപയോഗിച്ച് പ്രകാശത്തിൻ്റെ തരംഗരൂപത്തിലുള്ള പാത വ്യതിയാനവും പ്രകാശത്തിൻ്റെ തീവ്രതയും മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തത് മക്കളോടുള്ള ചോദ്യമാണ്. ബെൻഡിങ് ലൈറ്റ് സിമുലേഷൻ ഉപയോഗിച്ച് പതന അപവർത്തന കോണുകൾ അളന്നപ്പോൾ ലഭ്യമായ 2 സന്ദർഭങ്ങളുടെ ചിത്രങ്ങൾ താഴെ നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ലഭ്യമാകുന്ന അനുമാനം എന്താണ്? ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ, പതനകോൺ കൂടുന്നതനുസരിച്ച് അപവർത്തന കോൺ കൂടുന്നു. ഓപ്ഷൻ ബി, പതനകോൺ കൂടുന്നതിനനുസരിച്ച് അപവർത്തന കോൺ കുറയുന്നു. ഓപ്ഷൻ സി, പതന അപവർത്തന കോണുകൾക്ക് മാറ്റം സംഭവിക്കുന്നില്ല. ഓപ്ഷൻസ് ശരിയായ ആൻസർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ ചോദ്യം. പതനകോൺ 90 ഡിഗ്രി ആയാൽ അപവർത്തന രശ്മിയുടെ പ്രത്യേകത എന്തായിരിക്കും? ഓപ്ഷൻ എ, ലംബത്തോട് അടുത്ത് വരുന്നു. ഓപ്ഷൻ ബി, ലംബത്തിൽ നിന്ന് അകന്നു പോകുന്നു. ഓപ്ഷൻ സി, സഞ്ചാരപാതയ്ക്ക് മാറ്റം സംഭവിക്കുന്നില്ല. ഇതിൻ്റെ 2ൻ്റെ ആൻസറും മക്കളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. എല്ലാ മക്കളും വീഡിയോ കണ്ട് നന്നായി പഠിച്ച് തന്നെ എക്സാമിന് പോകുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത്. തുടർന്നുള്ള വീഡിയോസ് കൂട്ടുകാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ മക്കൾക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.